ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th മന്തിൻ്റെ സ്കാനിങ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും 5th മന്ത് സ്കാനിങ് എപ്പോൾ ചെയ്യണം എന്നൊക്കെ അറിയണം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അറിയണം താല്പര്യമുള്ളവരുണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓഫീസിലിരുന്നിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോവുകയാണ് സ്കാനിങ് ചെയ്യാനായിട്ട്. എൻ്റെ കെട്ടിയവന് വരാനായിട്ട് പറ്റിയില്ല കേട്ടോ, ജോലി തിരക്ക് കാരണമൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ബസ്സിലാണ് ഇന്ന് പോകുന്നത്. ഒടുക്കത്തെ ചൂടാണ്, നിങ്ങൾക്കറിയാലോ ഞാൻ എറണാകുളത്താണ് ഉള്ളത്. ഭയങ്കര ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺസൈക്കബിൾ ചൂടാണ്, മടുത്തിട്ടാണ് പോണത് കേട്ടോ. 5th മന്ത് സ്കാനിങ് ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഏത് വീക്കിലാണെന്നുള്ളത്. 18 തൊട്ടിട്ട് 22 വീക്സിലാണ് നമ്മൾ 5th മന്ത് സ്കാനിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഇന്ദിരാഗാന്ധിയാണ്. അവിടുന്ന് സ്കാൻ ചെയ്യുന്നില്ല, പുറത്തുനിന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് മെഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാബ് ഉണ്ട്, അവിടെ പോയിട്ടാണ് നമ്മളിന്ന് സ്കാൻ ചെയ്യാൻ പോകുന്നത്. സോ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഒടുക്കത്തെ വെയിലും, ഉച്ചയ്ക്കാണ് പോകുന്നത്, 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൊക്കെ ഉള്ള വെയിൽ അസഹനീയമായിരുന്നു, കുടയും എടുത്തില്ല. സോ നമ്മൾ മെഡിവിഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നോർമലി പുറത്തോട്ടൊക്കെ പോയിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ തരും, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു ഇതിലും സ്കാൻ ചെയ്ത് തരില്ല കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ഡോക്ടർ തരുന്ന പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും നിങ്ങൾ എടുത്തിട്ട് വേണം പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് തരില്ല ഉള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കൊടുത്ത് ഫോമൊക്കെ സെറ്റ് ചെയ്ത് ഡോക്ടർ വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടറിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാലോ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് 5th മന്ത് സ്കാനിങ് ഉള്ളത്. അതെന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങൾ ആ സ്കാനിങ് അവോയ്ഡ് ചെയ്യാതെ തന്നെ ചെയ്യുക കേട്ടോ. കുട്ടീൻ്റെ വളർച്ചയും മറ്റ് അവയവങ്ങളുടെ വളർച്ചയും എല്ലാം. പിന്നെ നമ്മുടെ നാട്ടിൽ ജെൻഡർ അറിയാൻ പാടില്ല എന്നുള്ളതിൻ്റെ പ്രത്യേക നിയമനം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വായിച്ച് ഇരുന്ന് പിന്നെ എന്തോ ചെറിയൊരു ടെൻഷനൊക്കെ വന്ന് പെട്ടെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ടെൻഷനൊക്കെ മാറ്റി ഞാൻ തന്നെ കൂളായി ഇരുന്ന് നമ്മൾ സ്കാൻ ചെയ്ത് സെറ്റായിട്ട് പോവാം. അപ്പോൾ റിസൾട്ട് കാണിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസമാണ് ഡോക്ടറെ കാണിക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഡോക്ടറെയൊക്കെ കാണിച്ചു. ഒരു കുഴപ്പമില്ല, എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഒക്കെ ഹെൽത്തും എല്ലാം ഓക്കെയാണ്. ബേബിയും ഞാനും എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പം നല്ല ചൂട് വടയും ചായയും. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഈ വട കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും. പണ്ട് തൊട്ടേ ഇഷ്ടമാണ്, ഇപ്പോഴും അതേ ഇഷ്ടമുണ്ട് കേട്ടോ വട കഴിക്കുക എന്നുള്ളത്. അപ്പോൾ മിസ്റ്റർ ചാക്കോ ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ നമ്മുടെ 5th മന്ത് സ്കാനിങ്, അനോമലി സ്കാനിങ് ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോൾ എനിക്ക് കുറച്ച് ആ സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കുറച്ച് ടെൻഷനൊക്കെ വന്നു. പിന്നെ ഞാൻ ആലോചിച്ചു എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ ഈ സ്കാനിങ്ങിന് പോകുന്ന മുന്നേ ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാൻ വിളിക്കുന്നത് കേട്ടോ. നമ്മൾ വെറുതെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്മൂത്തായിട്ട് പോവുക, സ്മൂത്തായിട്ട് വരിക. പിന്നെ നമ്മൾ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുക കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇൻ കേസ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ എന്താക്കണം, നേരിടാൻ തയ്യാറാവണം. നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലല്ലോ. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് വേണം പോവാൻ. എന്നാലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ വാചകം അടിക്കുകയാണെങ്കിലും എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കും കൂടെ പോയതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഇന്നലെ ഡോക്ടറെ കാണിച്ചു, എല്ലാം സെറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ചാക്കോച്ചൻ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര ഹാപ്പിയായി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങാൻ തുടങ്ങി, അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പം ഇനിയിപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു 8 മന്ത്സിലാണ് സ്കാനിങ് എന്നാണ് പറഞ്ഞത്. അല്ല പിന്നെ റെഗുലറായിട്ട് എല്ലാ മാസവും ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഈ സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നോർമൽ ഒരു 3 മന്ത്സ് സ്കാനിങ് ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് നമ്മളൊരു 7 വീക്കിൽ സ്കാൻ ചെയ്യാറുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം അനോമലിയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ മാസവും ഒന്നും സ്കാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു, ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. ഞാൻ ഒരു ഡോസ് എടുത്തിട്ടുണ്ട്, 2ാമത്തെ ഡോസ് ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. അത് വലിയ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ ഇന്നലെ ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. ഇഞ്ചക്ഷൻ എടുക്കുന്നവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 3 മന്ത്സിൽ ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ 6 വീക്കാണ് TT എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇഞ്ചക്ഷൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയാനുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എപ്പോഴും എല്ലാവർക്കും പ്രഗ്നൻസി ടൈമിൽ യൂറിനറി ഇൻഫെക്ഷൻ എന്തായാലും മിക്ക ആൾക്കാർക്കും വരാൻ ചാൻസ് കൂടുതലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ എനിക്കൊരു ലൈറ്റ് ആയിട്ടുണ്ട്. സോ വെള്ളം കുടിയുടെ കുറവ് കാരണം, ഭയങ്കര ചൂടായത് കാരണം
എങ്ങനെയായാലും വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി നല്ല വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാക്സിമം കുടിക്കുന്നുണ്ട്, എന്നാലും ഒരു പോരാ തോന്നുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഇനി വെള്ളം കുടിക്കണം, അത് മാത്രമേ എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ വുമൻസും നന്നായി വെള്ളം കുടിക്കുക, നല്ലപോലെ കെയർ ചെയ്യുക, പിന്നെ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക, ആവശ്യമില്ലാതെ ടെൻഷനൊന്നും അടിക്കാതിരിക്കുക. ഞാനൊക്കെ ടെൻഷൻ്റെ ആളായിരുന്നു, ഇപ്പോഴാണ് കുറച്ച് കുറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും